സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനു നേരെ അഭിഭാഷകൻ ഷൂസ് വലിച്ചെറിയാൻ ശ്രമം എന്നൊരു വാർത്ത വന്നിരിക്കുകയാണ്. വളരെ വിചിത്രമായ ഒരു സംഭവത്തിനാണ് ഇന്ന് സുപ്രീം കോടതി സാക്ഷിയായത്. ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് നേരെയാണ് ഷൂ വലിച്ചെറിയാൻ അഭിഭാഷകൻ ശ്രമം നടത്തിയത്. അതിന്റെ കാരണമായി അയാൾ ഉന്നയിച്ച വാദമാണ് അതിലും വിചിത്രമായിരിക്കുന്നത്. രാകേഷ് കിഷോർ എന്ന അഭിഭാഷകനാണ് ഷൂ വലിച്ചെറിയാൻ ശ്രമിച്ച കക്ഷി. സനാതന ധർമ്മത്തോടുള്ള അനാദരവ് ഇന്ത്യ സഹിക്കില്ലെന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് രാകേഷ് കിഷോർ ഷൂ എറിഞ്ഞതെന്നാണ് കോടതിയിലുണ്ടായിരുന്ന മറ്റഭിഭാഷകർ പറഞ്ഞത്. ഏതായാലും ഷൂ എറിയാൻ ശ്രമിച്ച ഈ അഭിഭാഷകനെ സുരക്ഷാ ജീവനക്കാർ ചേർന്ന് പുറത്താക്കി. ഡൽഹി പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ എന്ത് കേസെടുക്കും എന്നൊന്നും വ്യക്തമായിട്ടില്ല. പരമോന്നത കോടതി നടപടികൾ പോലും അല്പസമയത്തേക്ക് തടസ്സപ്പെട്ട സംഭവത്തിന്റെ കാരണമാണ് കൗതുകം. മധ്യപ്രദേശിൽ ഖജുരാഹോ ജവാരി ക്ഷേത്രത്തിലെ വിഷ്ണു വിഗ്രഹം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യത്തിൽ ഈ ഷൂ എറിയാൻ ശ്രമിച്ച അഭിഭാഷകൻ കിഷോർ സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. മുഗൾ രാജവംശകാലത്ത് വിഗ്രഹം വികൃതമാക്കപ്പെട്ടെന്ന സംഘപരിവാർ വാദമാണ് അന്ന് കിഷോർ ഉയർത്തിയത്. ചീഫ് ജസ്റ്റിസ് ഗവായ് അധ്യക്ഷനായ ബെഞ്ച് ഹർജി തള്ളിയെന്ന് മാത്രമല്ല ഹർജിക്കാരനെ പരിഹസിക്കുകയും ചെയ്തിരുന്നു. ആവശ്യം അറിയിക്കേണ്ടത് കോടതിയിലല്ല ആർക്കിയോളജി വിഭാഗത്തിലാണെന്നും ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. വിഗ്രഹം പുനഃപ്രതിഷ്ഠിക്കാത്തത് വിശ്വാസിയുടെ മൗലികാവകാശ ലംഘനമാണ് എന്ന വാദം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. മാത്രമല്ല ഹർജി പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ളതാണെന്നും സുപ്രീം കോടതി വിമർശിച്ചു. കൂടാതെ നിങ്ങൾ കടുത്ത വിഷ്ണു ഭക്തനാണെന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ പോയി ഭഗവാനോട് പറയൂ, പോയി പ്രാർത്ഥിക്കൂ എന്നും കൂടി കോടതി പറഞ്ഞിരുന്നു. ഇതാണ് നിലവിൽ രാകേഷ് കിഷോറിനെ പ്രകോപിപ്പിച്ചെന്നാണ് കരുതുന്നത്. എന്നാൽ ബഹളമുണ്ടായിട്ടും ചീഫ് ജസ്റ്റിസ് ശാന്തനായിരിക്കുകയും നടപടികൾ തുടരുകയും ചെയ്തു. സംഭവങ്ങളൊന്നും തന്നെ ബാധിക്കുന്നില്ലെന്നും ചീഫ് ജസ്റ്റിസ് പ്രതികരിച്ചു. രാജ്യത്തെ പ്രധാന ചരിത്ര ശേഷിപ്പുകളൊക്കെ വികൃതമാക്കുകയും അനാവശ്യ അവകാശങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ നേർപതിപ്പാണ് അഭിഭാഷകനിലൂടെ പുറത്തു വന്നതെന്നാണ് നിരീക്ഷണം.